വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നടന്ന 6ാം ക്ലാസ്സിലെ ഹിന്ദി ഓണപരീക്ഷയുടെ ആൻസർ കീ നമുക്ക് നോക്കാം. സൂചന: നീലി ചിടിയ കവിത की ये पंक्तियां पढ़ें और प्रश्नों के उत्तर लिखें. നീലി ചിടിയ എന്ന കവിതയിലെ ഈ വരികൾ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇവിടെ നീലേ ആസമാൻ സെ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ ഗാത്തി ഉഡ്നെ വാലി ചിടിയ ഉഡ്തി ഗാനെ വാലി ചിടിയ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കവിതാംശ സെ സമാൻ ആശയ് വാലി പംക്തിയാം ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് സമാന അർത്ഥത്തിലുള്ള വരികൾ തെരഞ്ഞെടുത്ത് എഴുതണം. നീലേ ആസമാൻ സെ ഏക് അനോഖി നീലി ചിടിയ ഉത്തരി. നീലാകാശത്തിൽ നിന്ന് ഒരു വിചിത്രമായ നീലപ്പക്ഷി ഇറങ്ങി വന്നു. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? ഇതാണല്ലേ. നീലേ ആസമാൻ സെ ഉത്തരി നീലി ഏക് നിരാലി ചിടിയ. അടുത്ത ക്വസ്റ്റ്യൻ, കവിതാസെ ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് എടുത്തെഴുതണം. ജൈസെ, ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഉടിനെ വാലി. ഉടിനെ വാലി എന്നൊരു വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വരുന്ന വാക്കുകൾ കവിതയിൽ നിന്ന് എടുത്തെഴുതണം. ഏതാണ്? ഗാനേ വാലി എന്ന് വരുന്നുണ്ട് അല്ലെ. ഇതാണ് അതിന്റെ ആൻസർ. ഉടിനെ വാലി എന്നതുപോലെ മറ്റൊരു വാക്കാണ് ഗാനേ വാലി. നെക്സ്റ്റ്, ചിത്ര ദേഖേം ദോ വാക്യ ലിഖേം. ചിത്രം നോക്കിയിട്ട് 2 സെന്റൻസ് ഇതിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറയുന്നത്. ചിത്രത്തില് ഒരു പക്ഷിയുടെ ചിത്രമാണ് അല്ലെ കാണുന്നത്. ആ പക്ഷി പറന്നു പോകുന്നുണ്ട്. പാട്ട് പാടിയാണ് ആ പക്ഷി പറക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ചിത്രമേം ഏക് സുന്ദർ ചിടിയ ഉഡ് രഹി ഹേ. ചിടിയ മധുർ ഗീത് ഗാ രഹി ഹേ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2A 2B എന്നിങ്ങനെ 2 ഭാഗങ്ങളായി ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. സൂചന: രൂരു കഹാനി കാ യഹ് അംശ് പഠേ ഔർ പ്രശ്നോं के उत्तर लिखे. രൂരു എന്ന കഥയിലെ ഈ ഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. रूरू चिड़िया के साथ चल पड़ा. बच्चे जमीन पर बेहाल पड़े हुए थे. चिड़िया जोर से रोई. उसकी आवाज सुन उसका साथी उड़ता हुआ आया. उन दोनों की उदास देख रूरू को एक ख्याल आया. നമ്മുടെ രൂരു എന്ന കവിതയിലെ ഈ ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ, ചിടിയാക്കെ സാത്ത് കോൻ ചൽപ്പട. പക്ഷിയുടെ കൂടെ ആരാണ് പോയത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, പക്ഷിയുടെ കൂടെ ആരാണ് പോയത്? രൂരു ചിടിയാക്കെ സാത്ത് ചൽപ്പട. രൂരു ആണ് പക്ഷിയുടെ കൂടെ പോയത്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ്, കോൻ ജോർ സേ രോയി. ആരാണ് ഉച്ചത്തിൽ കരഞ്ഞത്? ആരായിരുന്നു? ചിടിയ അല്ലെ, പക്ഷിയാണ് ഉച്ചത്തിൽ കരഞ്ഞത്. ചിടിയ, ബില്ലി, ഗായ്, മച്ചലി. അതില് പക്ഷിയാണ്. നെക്സ്റ്റ്, ക്രം സേ ലിഖേ. ക്രമത്തിൽ എഴുതണം. ഇവിടെ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ക്രമം തെറ്റിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. അത് ക്രമത്തിൽ എഴുതണം. നോക്കൂ, ചിടിയാക്കി ആവാസ് സുൻകർ ഉസ്കാ സാത്തി ആയ. പക്ഷിയുടെ ശബ്ദം കേട്ടിട്ട് അവന്റെ ഫ്രണ്ട് വന്നു. ചിടിയ ഔർ സാത്തി ഉദാസ് ഹുയേ. പക്ഷിയും അവന്റെ ഫ്രണ്ടും വളരെ സങ്കടപ്പെട്ടു. ബച്ചേ ജമീൻ പർ ബേഹാൽ പടേതേ. കുട്ടികൾ നിസ്സഹായമായി നിലത്ത് കിടക്കുകയായിരുന്നു. നെക്സ്റ്റ്, രൂരു ചിടിയാക്കെ സാത്ത് ചൽപ്പട. രൂരു പക്ഷിയോടൊപ്പം നടന്നു. അപ്പൊ ഇവിടെ ആദ്യം നടന്നത് ഏതാണ്? രൂരു പക്ഷിയുടെ കൂടെ നടന്നു. അപ്പൊ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കുട്ടികൾ നിലത്ത് നിസ്സഹായമായി കിടക്കുന്നുണ്ട് അല്ലെ. പിന്നെ പക്ഷിയുടെ ശബ്ദം കേട്ടിട്ട് അവന്റെ ഫ്രണ്ട് വന്നു. എന്നിട്ട് പക്ഷിയും ഫ്രണ്ടും സങ്കടപ്പെട്ടു. ഇങ്ങനെയാണ് ക്രമത്തിൽ എഴുതേണ്ടത്. ഈ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. 2B സൂചന: രൂരു കഹാനി കാ യഹ് അംശ് പഠേ ഔർ പ്രശ്നോं के उत्तर लिखे. രൂരു എന്ന കഥയിലെ ഈ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. रूरू एक कंगारू का बच्चा था. कंगारू के बच्चों को जोइस कहते हैं. वैसे ही जैसे कुत्ते के बच्चों को पिल्ला और बिल्ली के बच्चों को बिलौटा कहते हैं. उसकी अम्मी उसे रूरू बुलाती थी क्योंकि वह हमेशा रोता रहता था. ഇവിടെ നമ്മുടെ രൂരു എന്ന കഥയിലെ ആദ്യ ഭാഗമാണ് തന്നിട്ടുള്ളത്.
ഇനി ക്വസ്റ്റ്യൻ, കോൻ ഹമേഷ രോത്താ രഹ്താ ഹേ, ആരാണ് എപ്പോഴും കരഞ്ഞോണ്ടിരുന്നത്? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. രൂരു, അമ്മി, ബില്ലി, പില്ല. ആരായിരുന്നു? രൂരു ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹി ക്രം ചുൻകർ ലിഖേ, ഇവിടെ 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. നോക്കൂ, രൂരു കങ്കാരു കാ ബച്ചാ ഹേ, രൂരു കങ്കാരുവിന്റെ കുട്ടിയാണ്. രൂരു കുത്തേ കാ ബച്ചാ ഹേ, രൂരു പട്ടിയുടെ കുട്ടിയാണ്. രൂരു ബില്ലി കാ ബച്ചാ ഹേ, രൂരു പൂച്ചയുടെ കുട്ടിയാണ്. രൂരു ചിടിയാ കാ ബച്ചാ ഹേ, രൂരു പക്ഷിയുടെ കുട്ടിയാണ്. രൂരു കങ്കാരുവിന്റെ കുട്ടിയാണ് എന്നതാണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്മി കെ അനുസാർ പൂർത്തി കരേം. അമ്മി, അമ്മ. ഇവിടെ അമ്മയുടെയും കുഞ്ഞിന്റെയും പേര് ചേർത്ത് കോളം പൂർത്തിയാക്കണം. നോക്കൂ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. മുർഗി, ചൂസ. മുർഗി എന്നാൽ കോഴി, ചൂസ എന്നാൽ കോഴിക്കുഞ്ഞ്. അപ്പൊ ഈ ഭാഗത്ത് അമ്മയുടെ പേരും ഈ ഭാഗത്ത് കുട്ടിയുടെ പേരുമാണ് എഴുതേണ്ടത്. ഇനി കുത്ത, പട്ടി. പട്ടിക്കുട്ടിക്ക് എന്താ പറയാ? പില്ല എന്ന് പറയൂലേ? പില്ല. ഇനി നെക്സ്റ്റ് ലൈനിലെ ജോയിസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കങ്കാരുവിന്റെ കുഞ്ഞിനെയാണ് ജോയിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? കങ്കാരു എന്ന് എഴുതണം. കങ്കാരു. നെക്സ്റ്റ് ലൈനിലെ ബില്ലി, പൂച്ച. ബില്ലി, പൂച്ചക്കുട്ടിക്ക് എന്താ പറയാ? ബിലൗട്ട എന്ന് പറയൂലേ? ബിലൗട്ട. ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മൂന്നാമത്തെ ക്വസ്റ്റ്യനും 3A 3B എന്നിങ്ങനെ 2 ഭാഗങ്ങളായി ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലും ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 3A, സൂചന ചിത്ര ദേഖെ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ചിത്രം നോക്കി താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഈ ചിത്രം നമ്മുടെ പാഠഭാഗത്തിൽ വന്നിട്ടുള്ള അതേ ചിത്രമാണ് അല്ലേ? രാഷ്ട്രീയ പക്ഷി ദിവസ് 5 जनवरी പക്ഷി ആയെ പ്യാസ് ബുച്ചായേ. താഴെ വന്ന ക്വസ്റ്റ്യൻ, രാഷ്ട്രീയ പക്ഷി ദിവസ് കബ് മനാത്താ ഹേ, ദേശീയ പക്ഷി ദിനം എന്നാണ് ആഘോഷിക്കുന്നത്? എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ? 5 ജനുവരി ആണെന്ന്. അപ്പൊ അതിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ്, ചിത്ര ദേഖേം ബിന്ദുओं की सहायता से വിവരൺ തയ്യാർ കരേം. ഇവിടെ ചിത്രം നോക്കിയിട്ട് താഴെ തന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സഹായക ബിന്ദു, മിൽക്കർ തയ്യാറി കർണ, ഒരുമിച്ച് തയ്യാറെടുക്കുക. പക്ഷി ദിവസ് മനാന, പക്ഷി ദിവസം ആഘോഷിക്കുക. പീനേക്ക പാനി രക്കന, കുടിക്കാനുള്ള വെള്ളം വെക്കുക. സഹജീവം സെ പ്യാർ കർണ, സഹജീവികളോട് സ്നേഹം കാണിക്കുക. ഈ പോയിന്റുകൾ ഉൾപ്പെടുത്തി ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു 4 സെന്റൻസോ 4 5 സെന്റൻസ് എഴുതി ഒരു വിവരണം പൂർത്തിയാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് ഇങ്ങനെ എഴുതാം. 5 जनवरी को राष्ट्रीय पक्षी दिवस मनाया जाता है. बच्चे मिलकर पक्षी दिवस की तैयारी करते हैं. वे पक्षियों के लिए पानी और दाना रखते हैं. हमें सभी जीवों से प्यार करना चाहिए. കുട്ടികളെ, നിങ്ങളും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആൻസർ എഴുതിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് 3B ക്വസ്റ്റ്യൻ നോക്കാം. രൂരു കഹാനിക്ക യഹ് അംശ് പഠേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. രൂരു എന്ന കഥയിലെ ഈ ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. रुको रुको जाओ मत, चिड़िया के पीछे दौड़ता हुआ रूरू ने चिल्लाया. चिड़िया बोली, मैं रुक नहीं सकती, बहुत बुरा हो गया है. क्या बुरा हुआ? पिछली रात भयानक तूफान आया था. ഈ ഭാഗമാണ് തന്നിട്ടുള്ളത്. കിസ്നെ ചില്ലായ, ആരാണ് ഒച്ച വെച്ചത്? ആരാണ്? നമ്മുടെ രൂരു ആണ് അല്ലെ? ഇവിടെ രൂരു എന്നാണ് ആൻസർ. ചിടിയാക്കെ പീച്ചെ ദൗഡ്താ ഹുവ രൂരൂനെ ചില്ലായ, പക്ഷിയുടെ പിറകെ പോയി രൂരു ഒച്ച വെച്ചു. അപ്പൊ ഇവിടെ രൂരു എന്നാണ് ആൻസർ. നെക്സ്റ്റ്, ബാത്ത് ചീത്തക്ക് പൂർത്തീകരേം, സംഭാഷണം പൂർത്തിയാക്കുക. ഇവിടെ ഓരോരുത്തർ പറഞ്ഞത് ഇൻവെർട്ടഡ് കോമയിൽ തന്നിട്ടുണ്ട്. അത് തന്നെയാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്.
നോക്കൂ, രൂരു രുക്കോ രുക്കോ ജാവോ മത്ത്, നിൽക്കൂ നിൽക്കൂ പോവരുത്. ദെൻ ചിടിയ, അപ്പൊ പക്ഷി എന്താ പറഞ്ഞത്? മേം രുക്ക് നഹീം സക്തി, എനിക്ക് നിൽക്കാൻ പറ്റില്ല. ബഹുത്ത് ബുരാ ഹോ ഗയാ ഹേ, വളരെ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് പക്ഷി പറയും. അപ്പൊ ഈ ഭാഗമാണ് അവിടെ എഴുതേണ്ടത്. ദെൻ രൂരു ക്യാ ബുരാ ഹുവ, എന്താണ് പ്രശ്നം ഉണ്ടായത്? എന്ത് പ്രശ്നമാണ് നിങ്ങൾക്ക് ഉണ്ടായത് എന്ന് ഇവിടെ എഴുതണം. നെക്സ്റ്റ് ചിടിയ, പിച്ചലി രാത്ത് ഭയാനക തൂഫാൻ ആയാതാ, കഴിഞ്ഞ രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റ് ഉണ്ടായിരുന്നു. ബാക്കി 2 ലൈന് നിങ്ങളോട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാഠഭാഗം വായിച്ച മക്കൾക്ക് ഇതിന്റെ ബാക്കി ഈസി ആയിട്ട് പൂരിപ്പിക്കാൻ കഴിയും. ഇനി രൂരു ഫിർ ക്യാ ഹുവ, പിന്നീട് എന്താ സംഭവിച്ചത്? ചിടിയ, മേരാ ഗോംസില ഡൂണ്ട് ഗയ, എന്റെ പക്ഷിക്കൂട് തകർന്നു പോയി. ബച്ചെ ബേഹാൽ പടേതേ, കുട്ടികൾ അസ്വസ്ഥയായി നിലത്ത് കിടക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 5 സാർത്ഥക് ശബ്ദ ഡൂണ്ടേം ലിഖേം. ഇവിടെ തന്ന ബോക്സിൽ കുറേ അക്ഷരങ്ങളുണ്ട്. അത് വെച്ച് 5 അർത്ഥമുള്ള വേർഡ്സുകൾ ഉണ്ടാക്കണം. അപ്പൊ എങ്ങനെ എഴുതാം? ഇവിടെ ആസ്മാൻ എന്നുണ്ട് അല്ലെ, ആസ്മാൻ, ഇതാണ് ഒന്ന്, ആസ്മാൻ. പിന്നെ എങ്ങനെ എഴുതാം? കാഗസ്, കാഗസ് എന്താണ്? കടലാസ് അല്ലെ, ആസ്മാൻ ആകാശം, കാഗസ് കടലാസ്. പിന്നെ ഇവിടെ പാനി, വെള്ളം, പക്ഷി, പക്ഷി. പിന്നെ എവിടെയാ? ബാദൽ. ഇത് 5ഉം എഴുതിയാൽ മതി. അപ്പൊ ഈ 5 വേർഡ്സും നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് എഴുതണം. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ, ബാദൽ കവിതാക്ക് ഏ പംക്തിയാ പഠേ और प्रश्नों के उत्तर लिखे. ബാദൽ എന്ന കവിതയിലെ ഈ വരികൾ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. നോക്കൂ, മോർ മഗ്നമൻ ചം ചമൻചൻ ചൂം ചൂമുകർ നാച്ച് ദിക്കായെ ഉഷോ ഹോക്കർ ഗാന ഗായെ ബർസേ ബാദൽ കൽക്കൽ ചൽച്ചൽ തേർ ചലി കാഗസ് കി നയ്യ പൂംജ് ഉടാക്കർ ബാഗി നയ്യ. ഇനി ക്വസ്റ്റ്യൻ, പൂംജ് ഉടാക്കർ കോൻ ഭാഗത്തി ഹേ, വാല് പൊക്കി ആരാണ് ഓടിയത്? ആരാണ്? ഓപ്ഷൻസ് ഉണ്ട്, ബാദൽ, മോർ, ഗായ്, നാവ്. ഗായ് ആണ് അല്ലെ, പശുവാണ്. നെക്സ്റ്റ്, നമൂനയ്ക്ക് അനുസാർ ഏക്ക് ജോഡാ ചുൻകർ ലിഖേം. ഇവിടെ തന്നതുപോലെ ഒരു ജോഡിയെ നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? മഗ്ന ചമൻ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരേ ധ്വനിയിൽ അവസാനിക്കുന്ന വാക്കുകളാണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ആൻസർ കൽച്ചൽ, ചൽച്ചൽ, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ, ഒരു മയിലിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രക്ക് ആശയ് വാലി പംക്തിയാം കവിതാസെ ചുൻകർ ലിഖേം. ഈ ചിത്രത്തിന് അനുയോജ്യമായ, ഈ ചിത്രത്തിന്റെ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് എടുത്തെഴുതുക. ഇവിടെ മയില് സന്തോഷത്തോടെ നൃത്തം ചെയ്യുന്ന ഒരു ചിത്രമാണല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ മോർ മഗ്നിമൻ മുതൽ ഗാന ഗായേം, ഇവിടം വരെയാണ് ആ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. മോർ മഗ്നിമൻ ചം ചമൻചൻ ചൂം ചൂമുക്കർ നാച്ച് ദിക്കായെ ഗുഷ്ഹോ ഹോക്കർ ഗാന ഗായേം. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, ഗദ്യാംശ് പഠേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ഇവിടെ തന്ന ഈ ഭാഗം വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഇത് നമ്മുടെ പാഠത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ അല്ല, പുറത്തു നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കൂ, സ്വതന്ത്രത ഹമാര അധികാർ ഹേ, സ്വാതന്ത്ര്യം നമ്മുടെ അവകാശമാണ്. 1947 ഓഗസ്റ്റ് 15 को भारत ने अंग्रेजों से स्वतंत्रता प्राप्त की. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഹമാര ദേശ് ഹർ സാൽ 15 ഓഗസ്റ്റ് को സ്വതന്ത്രതാ ദിവസ് മനാത്തെ ഹേ, നമ്മുടെ രാജ്യം എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ, ഭാരതിനെ അംഗ്രേസോം സെ കബ് സ്വതന്ത്രത പ്രാപ്തിക്ക്. എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് എപ്പോഴാണ് സ്വാതന്ത്ര്യം നേടിയത്, എന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? അപ്പൊ ആൻസർ 1947 ഓഗസ്റ്റ് 15. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, സ്വതന്ത്രതാ ദിവസ് കാ സന്ദേശ് ദേനെ വാല ഏക് പോസ്റ്റർ തയ്യാറാക്കാരോ. സ്വാതന്ത്ര്യ ദിവസത്തിന്റെ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക.
അപ്പൊ നിങ്ങളോട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹെഡിങ് സ്വതന്ത്രതാ ദിവസ് എന്നൊരു തലക്കെട്ട് കൊടുക്കുക. എന്നിട്ട് 15 ഓഗസ്റ്റ്. ഇനി ഒന്നോ രണ്ടോ സന്ദേശവാക്യങ്ങൾ കൂടി എഴുതുക. ഇവിടെ ദേശ് സേ പ്യാർ കരേം, ദേശ് കി രക്ഷാ കരേം, ഏകത ഔർ ഭായിച്ചാരെ ബനായെ രഖേം, ഇങ്ങനെ ഒരു സന്ദേശവാക്യം കൊടുത്തിട്ടുണ്ട്. ജയ് ഹിന്ദ്, വന്ദേ മാതരം. കുട്ടികളെ, നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോ വന്നിട്ടുള്ളത്. കുട്ടികളെ, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക്